തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് 5 മാസമായിട്ടും പുറത്തുവിടാത്തതിൽ വിവാദം ചൂടുപിടിക്കുന്നു. പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻമന്ത്രി വി.എസ്. സുനിൽകുമാർ. വിവരാവകാശ റിപ്പോർട്ട് സംബന്ധിച്ച് തനിക്കറിയില്ലെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. ചലച്ചിത്ര നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചു. സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് 4-ന് ആലുവയിലെ വീട്ടുവളപ്പിൽ. വിട പറഞ്ഞത് മലയാള സിനിമയിലെ അമ്മ മുഖം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ തോൽവി സംബന്ധിച്ച് KPCC നിയോഗിച്ച അന്വേഷണ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. സംഘടനാ വീഴ്ച പറ്റിയെന്ന് റിപ്പോർട്ട്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ് പണിമുടക്ക് ശനിയാഴ്ചയും തുടരും. സമരം ഒത്തുതീർപ്പാക്കാൻ പോലീസുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. ADMന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച ചർച്ച. പൂക്കോട് വട്ടണാത്ര പച്ചലപ്പുറം പാടശേഖരത്തിലെ നെൽകൃഷി കരിഞ്ഞുണങ്ങിയത് മുഞ്ഞബാധ മൂലമാണെന്ന് കൃഷിവകുപ്പ്. നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ ചില കർഷകർ വീഴ്ച വരുത്തിയതായി കൃഷി ഓഫീസർ. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് 5 മാസമായിട്ടും പുറത്തുവിടാത്തതിൽ വിവാദം ചൂടുപിടിക്കുന്നു. അന്വേഷണം പ്രഖ്യാപനത്തിലെ ഒതുക്കി സർക്കാർ അട്ടിമറിച്ചതിന്റെ തെളിവായി വിവരാവകാശ രേഖകൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് ADGP. ഏപ്രിൽ 21-നാണ് പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പ് പുറത്തുവിട്ടത്. പോലീസിന്റെ നടപടിക്കെതിരെ പരാതികൾ സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കുമെന്നും ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകുമെന്നുമായിരുന്നു അറിയിപ്പ്. ഇതു സംബന്ധിച്ച് റിപ്പോർട്ട് ഇതുവരെയും പുറത്തുവിടാൻ സർക്കാർ തയ്യാറായില്ല. ഇതോടെ മാധ്യമങ്ങൾ വിവരാവകാശ റിപ്പോർട്ട് തേടിയതോടെയാണ് തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവം വീണ്ടും ചൂടുപിടിച്ചത്. തൃശൂർ പൂരം വിവാദത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻമന്ത്രി വി.എസ്. സുനിൽകുമാർ. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം അട്ടിമറിച്ചതായി സുനിൽകുമാർ ആരോപിച്ചു. തനിക്കറിയാവുന്ന വിഷയങ്ങളെല്ലാം ജനങ്ങളോട് തുറന്നു പറയും. പൂരം തടസ്സപ്പെട്ടത് സംബന്ധിച്ച് അന്വേഷണം നടന്നില്ലെന്ന മറുപടി ഞെട്ടിക്കുന്നതാണ്. പൂരം കലക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നും സുനിൽകുമാർ ആരോപിച്ചു. അതേസമയം പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടുമായി വി.എസ്. സുനിൽകുമാർ ആഭ്യന്തര വകുപ്പിന് വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചു. അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങൾ വേണമെന്നും അപേക്ഷയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നിട്ടില്ലെന്ന വിവരാവകാശ റിപ്പോർട്ട് സംബന്ധിച്ച് അറിയില്ലെന്നും ഇക്കാര്യത്തിൽ അന്വേഷിച്ചതിന് ശേഷം മറുപടി പറയാമെന്നും റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ തൃശൂരിൽ പറഞ്ഞു. മാധ്യമങ്ങൾ വഴിയാണ് ഇക്കാര്യം അറിഞ്ഞതെന്ന് കെ രാജൻ പറഞ്ഞു. വിഷയത്തിൽ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് തന്നെയാണ് തന്റെ അഭിപ്രായം. അതാണ് ജനങ്ങളും ആവശ്യപ്പെടുന്നത്. എഴുത്തുചാടിയുള്ള അഭിപ്രായത്തിനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് എല്ലാ വ്യക്തതയും ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു അന്വേഷണം വേണം എന്ന അഭിപ്രായം തന്നെയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അത് റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് തന്നെയാണ് അക്കാര്യത്തിൽ നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായം. വിവരാവകാശം സംബന്ധിച്ച വിവരങ്ങളിൽ എനിക്കൊരു കൃത്യമായ ധാരണയില്ല. സ്വാഭാവികമായിട്ടും എന്താണ് അങ്ങനെ ഒരു വിവരം ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അന്വേഷിക്കും. ഇക്കാര്യത്തിൽ എന്താണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നത് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കും. അത് അന്വേഷിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ അപ്പോൾ പറയും. ആക്ഷേപങ്ങളെക്കാൾ പ്രധാനം റിപ്പോർട്ട് വരിക എന്നുള്ളതാണ്. റിപ്പോർട്ട് വരികയും റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ എന്താണ് എന്ന് സ്വാഭാവികമായിട്ടും അറിയാനുള്ള ആഗ്രഹം തൃശ്ശൂരിനുണ്ടാകും. അത് തൃശ്ശൂരിൻ്റെ അവകാശം കൂടിയാണ്. അക്കാര്യങ്ങൾ ഗവൺമെൻറ് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരും കരുതുന്നത്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം പ്രചരിക്കുന്ന കണക്കുകളുടെ നിജസ്ഥിതി മറ്റൊന്നാണ്. ഇക്കാര്യത്തിൽ കേരളത്തിന്റെ ആവശ്യം കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങിന് വലിയ തുക ചെലവായത് സംബന്ധിച്ച സർക്കാർ കണക്കുകൾ വിശദീകരിക്കാൻ തയ്യാറാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഒരു വാസ്തവവിരുദ്ധവുമില്ല. ആ റിപ്പോർട്ടിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ദ കോസ്റ്റ് ഇൻവോൾവ്ഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് ടു ബി. NDMAയുടെ സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാനാകും. അത് പച്ചയായ കാര്യമാണ്. ഒരു എക്സാഗറേഷനും ഇല്ല. എസ്റ്റിമേഷനാണത്. ചെലവായതും ചെലവാകാൻ സാധ്യതയുമുള്ള തുകയാണ്. അതിനു പുറമെ ആക്ച്വൽസ് എന്ന് എഴുതിയിട്ടുണ്ട്. എത്രയാണോ ചെലവാകുന്നത് ആ പണം തന്നാൽ മതി. TCV തൃശൂർ. തൃശൂരിലെ തോൽവി വി.എസ്. സുനിൽകുമാറിന് ഉൾക്കൊള്ളാനായിട്ടില്ലെന്ന് BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ്. പോലീസ് പൂരം കലക്കിയെന്ന ആക്ഷേപം മുഖ്യമന്ത്രിയോടാണ് ചോദിക്കേണ്ടത്. തെളിവുകൾ കയ്യിലുണ്ടെങ്കിൽ സുനിൽകുമാറിന് പാർട്ടി വഴി ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടാമെന്നും നാഗേഷ് പ്രസ്താവനയിലൂടെ പറഞ്ഞു. ചലച്ചിത്ര നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് 4-ന് ആലുവയിലെ വീട്ടുവളപ്പിൽ നടക്കും. ശനിയാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും.
14-ാമത്തെ വയസ്സിൽ പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭ ആർട്സിന്റെ നാടകങ്ങളിൽ ഗായികയായാണ് കലാരംഗത്ത് വരുന്നത്. KPSCയുടെ മൂലധനം എന്ന നാടകത്തിലൂടെ നാടകരംഗത്തെത്തി. ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയത് 1962-ൽ ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലൂടെയാണ്. ചെറുപ്രായത്തിൽ തന്നെ മുതിർന്ന നടന്മാരുടെ അമ്മയായി അഭിനയിച്ചു. സത്യൻ, മധു, പ്രേം നസീർ തുടങ്ങി സോമൻ, സുകുമാരൻ, മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ് തുടങ്ങി പുതിയ തലമുറയിലെ നടന്മാരുടെ വരെ അമ്മ വേഷമണിഞ്ഞിട്ടുണ്ട്. 50ഓളം ചിത്രങ്ങളിലാണ് മോഹൻലാലിന്റെ അമ്മയായി വേഷമിട്ടിട്ടുള്ളത്. ഒരു പൈങ്കിളി കഥ, നഖക്ഷതങ്ങൾ, തനിയാവർത്തനം, കിരീടം, ചെങ്കോൽ, ഭരതം, നന്ദനം, വടക്കുന്നാഥൻ, ബാബ കല്യാണി തുടങ്ങിയ ചിത്രങ്ങളിലെ അമ്മവേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. നെല്ല്, അവളുടെ രാവുകൾ, കൊടിയേറ്റം, തിങ്കളാഴ്ച നല്ല ദിവസം, നിഴലാട്ടം തുടങ്ങിയ ആദ്യകാല ചിത്രങ്ങളിൽ വളരെ വ്യത്യസ്തവും കരുത്തുറ്റതുമായ കഥാപാത്രങ്ങളെ കവിയൂർ പൊന്നമ്മ അവതരിപ്പിച്ചിട്ടുണ്ട്. 4 തവണ മികച്ച സഹനടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയിട്ടുണ്ട്. 2021 പുറത്തിറങ്ങിയ ആണും പെണ്ണുമാണ് അവസാനം പുറത്തിറങ്ങിയ ചിത്രം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന കവിയൂർ പൊന്നമ്മ സേവ് ലൈഫ് എന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ രക്ഷാധികാരി കൂടി ആയിരുന്നു. കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തോടെ മലയാള ചലച്ചിത്ര ലോകത്തിന് നഷ്ടമായത് സമാനതകളില്ലാത്ത അമ്മ ഭാവമാണ്. പതിനാലാമത്തെ വയസ്സിൽ നാടക ഗായികയായിട്ടാണ് കവിയൂർ പൊന്നമ്മ കലാരംഗത്ത് പ്രവേശിച്ചത്. എന്നാൽ KPSCയുടെ മൂലധനം എന്ന നാടകത്തിലൂടെ നാടകാഭിനയം തുടങ്ങിയ പൊന്നമ്മ 1962 ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലൂടെ വെള്ളിത്തിരയിലുമെത്തി. പിന്നീട് ഇങ്ങോട്ട് മലയാള സിനിമയുടെ അമ്മ മുഖമായി ആ അഭിനേത്രി വേഷപ്പകർച്ച നടത്തി. വലിയ വട്ടപ്പൊട്ടും വാത്സല്യം നിറഞ്ഞ പെരുമാറ്റവും ശാസനയിൽ പോലും സ്നേഹത്തിന്റെ കരുതൽ തീർത്ത അഭിനയ പാഠവുമാണ് കവിയൂർ പൊന്നമ്മ എന്ന നടിയെ ഇന്നുവരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത അമ്മഭാവത്തിന് ഉടമയാക്കിയത്. തേന്മാവിൻ കൊമ്പത്തെ യശോദാമയും, ഹിസൈനസ് അബ്ദുള്ളയിലെ ഭാഗീരഥിയും, കിരീടത്തിലെ അമ്മുവും, വിയറ്റ്നാം കോളനിയിലെ പാർവതിയമ്മാളും, നന്ദനത്തിലെ ഉണ്ണിയമ്മയും, കാക്കക്കുയിലിലെ സേതു ലക്ഷ്മിബായി തമ്പുരാട്ടിയുമെല്ലാം സിനിമയുള്ള കാലം വരെ മലയാളികളുടെ മനസ്സിൽ നിന്നും ഒരിക്കലും മായാത്ത അമ്മഭാവങ്ങളാണ്. മലയാളത്തിന്റെ മഹാനടന്മാർക്കെല്ലാം ഒപ്പം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മോഹൻലാലിന്റെ അമ്മവേഷങ്ങളാണ് എന്നും ജനപ്രീതി നേടിയത്. ഇരുവരും തമ്മിലുള്ള മാതൃപുത്ര സ്ക്രീൻ കെമിസ്ട്രി മലയാളം എക്കാലവും ഏറ്റെടുത്തു. മോനെ, എന്താ ഇത്? എന്ത് വിചാരിച്ചാ നീ? അമ്മേ, ജീവിതം എനിക്ക് കൈവിട്ടു പോകുന്നു. എന്ത് ചെയ്താലും അവസാനിക്കുന്ന വലിയ തെറ്റില്ല. എന്തായി തീരുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ വയ്യ. ഒരിക്കൽ പോലും അവർ അഭിനയിക്കുകയാണെന്ന തോന്നൽ മലയാളികൾക്കുണ്ടായിട്ടില്ല എന്നതാണ് സത്യം. ഇനിയില്ല മലയാള സിനിമയ്ക്ക് ഇങ്ങനെയൊരമ്മ. ഇനി ഉണ്ടാകില്ല മലയാള സിനിമയ്ക്ക് ഇങ്ങനെയൊരമ്മ. കണ്ണീർ പ്രണാമം. TCV തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ തോൽവി സംബന്ധിച്ച് KPCC നിയോഗിച്ച അന്വേഷണ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. സംഘടന വീഴ്ച പറ്റിയെന്നും വോട്ടുകൾ ചേർക്കുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നും അന്വേഷണ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. ആർക്കെതിരെയും നടപടി ശുപാർശ ചെയ്യാത്ത റിപ്പോർട്ട് KPCCക്ക് സമർപ്പിച്ചു. തൃശൂർ പൂരം കലക്കിയത് സുരേഷ് ഗോപിക്ക് വേണ്ടിയാണെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. മുൻമന്ത്രി KC ജോസഫ്, MLA T സിദ്ദിഖ്, KPCC എക്സിക്യൂട്ടീവ് അംഗം R ചന്ദ്രശേഖരൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 3-അംഗ സമിതിയാണ് തെളിവെടുപ്പ് നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത്. കഴിഞ്ഞ ജൂൺ 19-നായിരുന്നു സമിതി അംഗങ്ങൾ തൃശൂരിലെത്തി തെളിവെടുപ്പ് നടത്തിയത്. മണ്ഡലം ബ്ലോക്ക് പ്രസിഡന്റുമാരിൽ നിന്നും ജില്ലയിലെ KPCC ഭാരവാഹികളിൽ നിന്നും DCC ഭാരവാഹികളിൽ നിന്നും സമിതി വിവരങ്ങൾ തേടിയിരുന്നു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്ക് ശനിയാഴ്ചയും തുടരും. അശാസ്ത്രീയമായ ഗതാഗത നിയന്ത്രണങ്ങളിൽ പ്രതിഷേധിച്ച് ബസ്സുടമ തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയാണ് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഊരകം, ഇരിഞ്ഞാലക്കുട എന്നിവിടങ്ങളിൽ നിലവിൽ റോഡ് കോൺക്രീറ്റിംഗ് നടക്കുന്നുണ്ട്. ഇതേ തുടർന്ന് ഈ മേഖലകളിൽ ബസ്സുകൾ വഴിതിരിച്ചുവിടുന്നുണ്ട്. വെള്ളാങ്കല്ലൂർ മേഖലയിലും ഗതാഗത നിയന്ത്രണമുണ്ട്. സമരം ആരംഭിച്ചതോടെ യാത്രക്കാർ വലഞ്ഞു. പണിമുടക്ക് ഒത്തുതീർപ്പാക്കാൻ ഇരിഞ്ഞാലക്കുട DYSP ബസ്സുടമ തൊഴിലാളി സംഘടനകളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. ADMന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച വീണ്ടും ചർച്ച നടക്കും. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ് സമരത്തെ തുടർന്ന് KSRTC അധിക സർവീസുകൾ നടത്തി. ഇരിഞ്ഞാലക്കുട ഡിപ്പോയിൽ നിന്ന് 4-ഉം
കൊടുങ്ങല്ലൂർ ഡിപ്പോയിൽ നിന്ന് 4, തൃശൂർ ഡിപ്പോയിൽ നിന്ന് 4 അടക്കം 12 സ്പെഷ്യൽ സർവീസുകളാണ് നടത്തിയത്. പൂക്കോട് വട്ടനാത്ര പച്ചളിപ്പുറം പാടശേഖരത്തിൽ മുഞ്ഞ ബാധിച്ചതാണ് കൃഷിനാശത്തിന് കാരണമെന്ന് കൃഷിവകുപ്പ്. കൃഷിഭവൻ കർഷകർ റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരെത്തി ആവശ്യമായ മുൻകരുതലുകളും പ്രതിരോധ നടപടികളും നിർദ്ദേശിച്ചിരുന്നു. പാടത്ത് ജീവനക്കാർ നടത്തിയ പ്രതിരോധ നിർദ്ദേശങ്ങളും നടപടികളും അതാത് ദിവസങ്ങളിൽ തന്നെ കൃഷിവകുപ്പിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണെന്നും കൃഷി ഓഫീസർ പറഞ്ഞു. കൃഷിഭവൻ നൽകുന്ന നിർദ്ദേശങ്ങൾ തുടർച്ചയായി പാലിക്കുന്നതിലും കൃഷിക്ക് മുൻപ് മണ്ണ് പരിശോധന നടത്തുന്നതിനും ചില കർഷകർ വിമുഖത കാണിച്ചതാണ് രോഗപ്രതിരോധത്തിന് തടസ്സമായിട്ടുണ്ടാകാമെന്ന് അധികൃതർ പറയുന്നു. അശാസ്ത്രീയമായ ഞാറുനടലും കാലാവസ്ഥാ വ്യതിയാനവും ഇതിനെ ആക്കം കൂട്ടി. നേരിട്ട് പരാതിപ്പെട്ട 5 കർഷകർക്ക് ആവശ്യമായ പ്രതിരോധ നടപടികൾ നിർദ്ദേശിക്കുകയും ഇവർ നടപടികൾ പാലിക്കുകയും ചെയ്തു. ഈ കർഷകരുടെ നെൽകൃഷിക്ക് കേടുകൾ ഇല്ല എന്ന് ഉറപ്പുവരുത്താനും സാധിച്ചിട്ടുണ്ടെന്നും കൃഷി ഓഫീസർ NI റോഷ്നി അറിയിച്ചു. കൃഷിഭവൻ നൽകുന്ന കൃത്യമായ നിർദ്ദേശങ്ങൾ സമയബന്ധിതമായി പാലിക്കാതെ കൃഷി നശിച്ചതിന് ശേഷം കുറ്റം ഉദ്യോഗസ്ഥരുടെ മേൽ ആരോപിക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും കൃഷി ഓഫീസർ പറഞ്ഞു. എഴുത്തുകാരനും ചരിത്ര ഗവേഷകനുമായ വേലായുധൻ പണിക്കശ്ശേരി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. ഏങ്ങണ്ടിയൂർ സ്വദേശിയാണ്. ചരിത്ര ഗവേഷണം, ജീവചരിത്രം, ബാലസാഹിത്യം തുടങ്ങിയ വിഭാഗങ്ങളിലായി 60-ലേറെ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ആർക്കിയോളജി സ്റ്റേറ്റ് അഡ്വൈസറി ബോർഡ്, ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ റീജിയണൽ റെക്കോർഡ്സ് കമ്മിറ്റി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രാചീന കേരളത്തിന്റെ വൈദേശിക ബന്ധത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിന് കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. അടാട്ട് അമ്പലംകാവ് നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ പിൻവശത്തുള്ള മണ്ണിടിഞ്ഞ് അതിഥി തൊഴിലാളി മരിച്ചു. വെസ്റ്റ് ബംഗാൾ സ്വദേശി നജീബാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ബാനു എന്നയാൾക്ക് പരിക്കേറ്റു. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ വാർഡ് മെമ്പർ അജിത കൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചത്. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയിരുന്നു. എടക്കഴിയൂരിൽ കട കുത്തിപ്പൊളിച്ച് മോഷണ ശ്രമം. എടക്കഴിയൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് എതിർവശത്തുള്ള മഞ്ചറമ്പത്ത് ഉമ്മറിന്റെ ഉടമസ്ഥതയിലുള്ള കോഴിക്കടയിലാണ് മോഷണ ശ്രമം നടന്നത്. കടയുടെ സമീപത്ത് നിർത്തിയിട്ടിരുന്ന അയ്യത്തയിൽ റഹീഷിന്റെ ഇരുചക്ര വാഹനത്തിന്റെ ബാറ്ററി മോഷണം പോയി. സംഭവസ്ഥലത്തുള്ള ട്യൂഷൻ സെന്ററിലെ ബോർഡും നശിപ്പിച്ചതായി കണ്ടെത്തി. ചാവക്കാട് പോലീസിൽ പരാതി നൽകി. വിയ്യൂർ ജയിലിലെ സെല്ലിൽ തടവുകാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളാങ്ങല്ലൂർ സ്വദേശി നോച്ചിൽ വീട്ടിൽ 49 വയസ്സുള്ള സജീവനാണ് മരിച്ചത്. കഴിഞ്ഞ 2 വർഷമായി വിയ്യൂർ ജയിലിൽ തടവിൽ കഴിഞ്ഞു വരികയായിരുന്നു. സെല്ലിന് പുറത്തു പോയിരുന്ന മറ്റു തടവുകാർ തിരിച്ചെത്തിയപ്പോഴാണ് സജീവിനെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ജയിൽ അധികൃതർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ 2ാം കവാടത്തിനരികെ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. അന്നമനട കല്ലൂർ സ്വദേശി ഷംജാദാണ് മരിച്ചത്. കൊലപാതകമാണെന്നാണ് പ്രാഥമിക സൂചന. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമേ വ്യക്തമായ വിവരം ലഭിക്കുകയുള്ളൂ. തൃശൂർ വെസ്റ്റ് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. സംസ്ഥാനത്തെ 26 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. സംസ്ഥാനതല ഉദ്ഘാടനം കുട്ടനെല്ലൂരിൽ റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. 25 സെന്റ് വരെ സൗജന്യ ഭൂമി തരംമാറ്റത്തിന് അർഹരായ മുഴുവൻ പേർക്കും അദാലത്തിലൂടെ പ്രശ്നപരിഹാരം കാണുമെന്ന് മന്ത്രി പറഞ്ഞു. പ്രവാസികൾക്ക് ഓൺലൈനായി ഭൂനികുതി അടയ്ക്കാൻ ആപ്ലിക്കേഷൻ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. പി ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ച വഖഫ് നിയമ ഭേദഗതി രാജ്യത്തെ വഖഫ് ബോർഡുകളെ ദുർബലപ്പെടുത്തുമെന്ന് മുൻ വഖഫ് ബോർഡ് ചെയർമാനും LDF ജില്ലാ കൺവീനറുമായ KV അബ്ദുൽ ഖാദർ. നാഷണൽ ലീഗ് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച വഖഫ് നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരായ സമീപനമാണ് കരട് ഭേദഗതി നിർദ്ദേശങ്ങളിൽ ഉള്ളത് എന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു. നാഷണൽ ലീഗ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഷബീൽ ഐദ്രുസി തങ്ങൾ അധ്യക്ഷത വഹിച്ചു. പി ബാലചന്ദ്രൻ MLA, നാഷണൽ ലീഗ് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി AK അബ്ദുൽ അസീസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർ മുഹമ്മദ് കാസിം കോയ, മുൻ സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ അംഗം മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി, നാഷണൽ ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി പള്ളം തുടങ്ങിയവർ സംസാരിച്ചു. മാധ്യമങ്ങളുടെ നുണപ്രചരണങ്ങൾക്കെതിരെ DYFI പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. കിഴക്കേക്കോട്ടയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് മാധ്യമപ്രവർത്തകൻ N രാജൻ ഉദ്ഘാടനം ചെയ്തു.
ഡിവൈഎഫ്ഐ ജില്ലാ ട്രഷറർ KS സെന്തിൽ അധ്യക്ഷത വഹിച്ചു. SFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഹസൻ മുബാറക്, ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KS റോസൽ രാജ്, സുകന്യ ബൈജു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി CS സംഗീത് എന്നിവർ സംസാരിച്ചു. ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി സെന്തിൽ കുമാറിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നിർമ്മാണം അശാസ്ത്രീയമാണെന്നാരോപിച്ച് ഡിവിഷൻ കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കൌൺസിലർമാരായ സന്ധ്യ കൊടക്കാടത്ത്, PN വൈശാഖ്, നാട്ടുകാരായ G ഹരിദാസ്, അനൂപ് സെബാസ്റ്റ്യൻ എന്നിവരെയാണ് വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. കരാറുകാർ JCB ഉപയോഗിച്ച് ഗ്രൗണ്ടിനുള്ളിലെ മേൽമണ്ണ് നീക്കം ചെയ്യുന്നതിനിടെ നിലവിലെ പ്രവൃത്തികൾ മേഖലയിൽ വെള്ളക്കെട്ടിനിടയാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ഡിവിഷൻ കൌൺസിലർ സന്ധ്യ കൊടക്കാടത്തിന് നേതൃത്വത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ തടയുകയായിരുന്നു. ഇതോടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലത്തെത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. സംഭവമറിഞ്ഞ് നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹനൻ എന്നിവർ സ്ഥലത്തെത്തി പ്രവർത്തനം തുടരുവാൻ കരാറുകാരനോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇതോടെ കൌൺസിലറും നഗരസഭാ ചെയർമാനും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. വടക്കാഞ്ചേരി SITC അനുരാജിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും പിരിഞ്ഞു പോകാതിരുന്നതിനെ തുടർന്ന് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തി പലപ്പോഴായി 30 പവൻ ആഭരണങ്ങളും തട്ടിയെടുക്കുകയും ചെയ്ത കേസിൽ യുവാവ് അറസ്റ്റിലായി. പുത്തൻചിറ കോളനിപ്പറമ്പിൽ നീരജിനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. കോളേജ് വിദ്യാർത്ഥിയായ നീരജ് പെൺകുട്ടിയെ പീഡിപ്പിച്ച ശേഷം നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. ഈ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി പലതവണയായി 30 പവന്റെ ആഭരണങ്ങൾ തട്ടിയെടുത്തു. തുടർന്നും ആഭരണം ലഭിക്കാതെ വന്നതോടെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കുകയായിരുന്നു. തുടർന്ന് അധ്യാപകരോട് സംഭവം പറഞ്ഞപ്പോഴാണ് വീട്ടുകാരെ അറിയിച്ച് മാള പോലീസിൽ പരാതി നൽകിയത്. SC/ST വിഭാഗങ്ങളുടെ ഗ്രാന്റ് വരുമാന പരിധി 2.5 ലക്ഷമാക്കിയ കേന്ദ്ര സർക്കാർ നിയമം റദ്ദാക്കാൻ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടണമെന്ന് മുൻ MLA VT ബൽറാം ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളുടെ ഗ്രാന്റ് വരുമാന പരിധി നിശ്ചയിച്ചതിൽ പ്രതിഷേധിച്ച് ഭാരതീയ പട്ടികജന സമാജം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അയ്യൻകാവ് മൈതാനത്ത് നിന്നും ആരംഭിച്ച മാർച്ച് സമാജം മുൻ സംസ്ഥാന പ്രസിഡന്റ് രാജു കുമ്പളനാട് ഫ്ളാഗ് ഓഫ് ചെയ്തു. റാലി കുട്ടൻകുളം പരിസരത്ത് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. സമാജം സംസ്ഥാന പ്രസിഡന്റ് PK ബാബു അധ്യക്ഷത വഹിച്ചു. സജീവൻ പിണർമുണ്ട, PK അജിത് കുമാർ, കുഞ്ഞമ്പു കല്ലാശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. തട്ടിക്കളിക്കുന്ന ഈ നെറികെട്ട സമീപനത്തിനെതിരെ, ഈ ക്രൂരതയ്ക്കെതിരെയാണ് നിങ്ങൾ ഈ സമരവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഇടവേളയ്ക്ക് ശേഷം പുതിയ ഗാനം ആലപിച്ച് ഭാവഗായകൻ P ജയചന്ദ്രൻ. ആരോഗ്യപരമായ കാരണങ്ങളാൽ ഏറെ നാളുകളായി ജയചന്ദ്രൻ ഗാനാലാപനങ്ങളോ റെക്കോർഡുകളോ ഉണ്ടായിരുന്നില്ല. ഗുരുവായ നാഥനാം ഗുരുവായൂരപ്പനെ എന്ന് തുടങ്ങുന്ന ഗുരുവായൂരപ്പ ഭക്തിഗാനമാണ് ജയചന്ദ്രൻ ആലപിച്ചത്. ഗാനത്തിന്റെ സംഗീതം നിർവഹിച്ചതും ജയചന്ദ്രൻ തന്നെയാണ്. ഗുരുവായൂരപ്പനെ ഗുരുവായൂരെത്തി ഞാൻ തൊഴുതു നിൽക്കേ, അവിടുന്നു അരുളുന്നു നാരായണ മന്ത്രം നരനായ എന്നുടെ മോക്ഷത്തിന. ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘത്തിന്റെ 56ാമത് ദേശീയ സമ്മേളനത്തിന് തൃശൂരിൽ തുടക്കമായി. ശ്രീ ശങ്കര ഹാളിൽ നടന്ന സമ്മേളനം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ദേശീയ പ്രസിഡന്റ് Dr. P ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ മഠം അധ്യക്ഷൻ സ്വാമി സദ്ഭവാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് തേരമ്പിൽ രാമകൃഷ്ണൻ വിശിഷ്ട പുരസ്കാര സമർപ്പണവും സമാദരണവും നടത്തി. ഡോക്ടർ പ്രദീപ് ജ്യോതി, സംഘടനാ കേന്ദ്ര ജനറൽ സെക്രട്ടറി TR ഹരിനാരായണൻ, കേന്ദ്ര സെക്രട്ടറി TP വിജയൻ നമ്പീശൻ, ജോയിന്റ് കൺവീനർ ആനന്ദ് കേശവൻ, സ്വാഗത സംഘം ചെയർമാൻ PR രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് പ്രതിനിധി സമ്മേളനവും നടന്നു. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം തിങ്കളാഴ്ച സമാപിക്കും. വെങ്കിടങ്ങ ഇടിയഞ്ചിറ സൗഹൃദ കൂട്ടായ്മയുടെ 3ാമത് ജലോത്സവത്തിൽ പാടൂർ യുവജന കലാസമിതിയുടെ ആറുമുഖൻ ജേതാവായി. മുപ്പട്ടിത്തറ ജലസംഘം മേഘനയുടെ പൊഞ്ഞനത്തമ്മ 2ാം സ്ഥാനവും BCN നടുവിൽക്കരയുടെ ഗണേഷ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി.
ഏറ്റവും നല്ല അമരക്കാരനായി PR മനോജ്, നല്ല അണിയക്കാരനായി PV വിനയനെയും അച്ചടക്കമുള്ള ടീമായി നടുവിൽക്കര ശ്രീ ഗണേഷിനെയും തെരഞ്ഞെടുത്തു. ഇടിയഞ്ചിറ KLDC കനാലിൽ നടന്ന ജലോത്സവത്തിൽ 9 C ഗ്രേഡ് വള്ളങ്ങളാണ് പങ്കെടുത്തത്. ജലോത്സവം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷനായി. പാവറട്ടി SI വൈശാഖ് മത്സരങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് സമ്മാനദാനം നിർവഹിച്ചു. പതിനഞ്ചാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. 2025 ഫെബ്രുവരിയിൽ നടക്കുന്ന നാടകോത്സവത്തിലേക്ക് കലാസംഘങ്ങളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. ഓൺലൈനായാണ് അപേക്ഷകൾ സ്വീകരിക്കുക. ഒക്ടോബർ 31 വരെ അപേക്ഷ സ്വീകരിക്കുമെന്ന് സംഗീത നാടക അക്കാദമി സെക്രട്ടറി അറിയിച്ചു. എലിപ്പനിക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ്. 4 വർഷത്തിനിടെ എലിപ്പനി ബാധിച്ച് സംസ്ഥാനത്ത് മരിച്ചത് 1000-ലേറെ പേരാണ്. ഈ വർഷം 9 മാസത്തിനുള്ളിൽ 250 പേർ എലിപ്പനി ബാധിച്ച് മരിച്ചു. എലിപ്പനിയെക്കുറിച്ചുള്ള അവബോധമില്ലായ്മ മരണനിരക്ക് കൂടാൻ ഇടയാക്കുന്നുണ്ട്. പ്രതിരോധ ഗുളിക കഴിക്കുന്നതിൽ വീഴ്ച വരുത്തരുതെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. MDMA-യുമായി യുവാവിനെ ചേർപ്പ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. പാറളം കോടന്നൂർ ചിറ സ്വദേശി പാഴൂര് വീട്ടിൽ ഷാബിനെയാണ് ചേർപ്പ് എക്സൈസ് ഇൻസ്പെക്ടർ അശ്വിൻ കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. eSIM തട്ടിപ്പിനെതിരെ ജാഗ്രത വേണമെന്ന് പോലീസ്. eSIM സംവിധാനത്തിലേക്ക് മാറിയവർ തട്ടിപ്പിനിരയായ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. കസ്റ്റമർ കെയർ സെന്ററിൽ നിന്ന് എന്ന പേരിലാണ് ഉപഭോക്താവിനെ വിളിക്കുന്നത്. eSIM ആക്ടിവേറ്റ് ചെയ്യേണ്ട വിധവും വ്യക്തമാക്കും. സിം ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന QR കോഡ് ആവശ്യപ്പെടുന്നതാണ് തട്ടിപ്പിന്റെ അടുത്ത ഘട്ടം. തുടർന്ന് തട്ടിപ്പുകാർ സിം ആക്ടിവേറ്റ് ചെയ്യുകയും ഈ ഫോൺ നമ്പർ ബന്ധപ്പെടുത്തിയ ബാങ്ക് അക്കൗണ്ടുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യും. തട്ടിപ്പിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് അറിയിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6885 രൂപ, പവന് 55,080 രൂപ. വെള്ളി ഗ്രാമിന് 96 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3293 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് 5 മാസമായിട്ടും പുറത്തുവിടാത്തതിൽ വിവാദം ചൂടുപിടിക്കുന്നു. പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻമന്ത്രി VS സുനിൽകുമാർ. വിവരാവകാശ റിപ്പോർട്ട് സംബന്ധിച്ച് തനിക്കറിയില്ലെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ. ചലച്ചിത്ര നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചു. സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് 4-ന് ആലുവയിലെ വീട്ടുവളപ്പിൽ. വിട പറഞ്ഞത് മലയാള സിനിമയിലെ അമ്മ മുഖം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ തോൽവി സംബന്ധിച്ച് KPCC നിയോഗിച്ച അന്വേഷണ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. സംഘടനാ വീഴ്ച പറ്റിയെന്ന് റിപ്പോർട്ട്. തൃശൂർ കൊടുങ്ങല്ലൂരിലെ റൂട്ടിലെ സ്വകാര്യ ബസ് പണിമുടക്ക് ശനിയാഴ്ചയും തുടരും. സമരം ഒത്തുതീർപ്പാക്കാൻ പോലീസുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. ADM-ന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ചയും ചർച്ച. പൂക്കോട് വട്ടണാത്ര പച്ചളിപ്പുറം പാടശേഖരത്തിലെ നെൽകൃഷി കരിഞ്ഞുണങ്ങിയത് മുഞ്ഞബാധ മൂലമാണെന്ന് കൃഷിവകുപ്പ്. നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ ചില കർഷകർ വീഴ്ച വരുത്തിയതായി കൃഷി ഓഫീസർ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.